ഹായ്, ഇന്നാണ് ചിത്രസന്ധി. ഇപ്പോൾ ഒരു 6:30 ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ഏകദേശം 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ. ഇവിടെ ഇറങ്ങി നേരത്തെ എത്തിന്ന് ഇവിടെ ട്രാഫിക് പോലീസിൻ്റെയൊക്കെ കൺട്രോളിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രാഫിക് പോലീസിൻ്റെ പരേഡൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരു എന്തോ നടക്കേണ്ട പ്രോഗ്രാം അതൊക്കെ കാണാം. തുടങ്ങിയിട്ടില്ല, ആൾക്കാരൊക്കെ എത്തി തുടങ്ങണേ ഉള്ളൂ. എല്ലാം അറേഞ്ച് ആയതിന് ശേഷമാണ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. എന്തായാലും അതിനു മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒന്ന് കാണാം. ഓക്കെ. അങ്ങനെ ഓരോരോ ആർട്ടിസ്റ്റുകളുടെയും വർക്കുകൾ കണ്ട് മുന്നോട്ട് നീങ്ങി. പലതും ഡീറ്റെയിൽ ആയി കാണാൻ ശ്രമിക്കുന്നില്ല, കാരണം ഒരുപാട് കാണാനുണ്ട്. ചിലതെല്ലാം അടുത്ത് തന്നെ ചെന്ന് നോക്കി മുമ്പോട്ട് തന്നെ നീങ്ങുകയാണ്. എല്ലാവരും ചിത്രങ്ങളെല്ലാം കെട്ടഴിച്ച് ജസ്റ്റ് ഒരുക്കി വയ്ക്കുന്നതേ ഉള്ളൂ. ഇത് വാട്ടർ കളർ ചെയ്ത വർക്കാണ്, വളരെ നന്നായിട്ടുണ്ട്. അക്രിലിക്കിലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ. അധികം പേരും ഫ്രെയിം ചെയ്യാതെയാണ് വയ്ക്കുന്നത്, ജസ്റ്റ് ഒരു മൗണ്ട് ഇട്ട് ചിത്രങ്ങൾ ചെയ്യുകയാണ്. ഇത് വാട്ടർ കളറും അക്രിലിക്കും ഉപയോഗിച്ച് ചെയ്താണ്. ചെറിയ ചെറിയ ചിത്രങ്ങളാണ്. ഇത്തരം ചിത്രങ്ങളാണ് ഇവിടെ കൂടുതൽ പേർ വാങ്ങുന്നത്, കാരണം കുറച്ച് വിലയേ ഉള്ളൂ, എന്നാലൊരു പെയിൻറ്റിങ് കിട്ടുകയും ചെയ്യും. ഫ്രെയിം ചെയ്യാനും അധികം വില വരില്ല. വളരെ സുന്ദരമാണ്, വളരെ സിമ്പിളാണ്. ഈ ഒരു പെയിൻറ്റിങ് കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. വല്ലാത്തൊരു പെയിൻറ്റിങ്, വല്ലാത്തൊരു പെയിൻറ്റിങ്ങുകൾ എന്ന് വേണം പറയാൻ. എല്ലാ പെയിൻറ്റിങ്ങുകളും ഉഗ്രനാണ്. വല്ലാതെ ഡീറ്റെയിൽ ഓയിൽ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഹൈപ്പർ റിയലിസ്റ്റിക് ആണ്. അല്ലാതെ ഇതിപ്പോൾ കുറച്ച് വെളിച്ചം കുറവുള്ള ഭാഗത്താണ് ഈ ചിത്രം വെച്ചതെങ്കിൽ ഒറിജിനൽ ഫോട്ടോ തോറ്റുപോകും. ഈ ഒരു പെയിൻറ്റിങ് കണ്ടോ, കണ്ണെല്ലാം ജീവനുള്ളതാണ്. എന്തൊരു രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുടിയെല്ലാം വലിയ ചിത്രമാണ്, വളരെ ഡീറ്റെയിൽ ആയി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഈ ചിത്രമൊന്നും ഇവിടെ വിറ്റ് പോകാൻ ചാൻസ് ഇല്ല, പക്ഷേ ഈ ഇദ്ദേഹത്തിന് കുറേ ഓർഡറുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പോർട്രേറ്റിൻ്റെ ഓർഡറുകളെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും ഇവിടെ ഒരു ബിസിനസ് തന്നെയാണ്. ഇദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹം എല്ലാ വർഷവും പങ്കെടുക്കുന്നുണ്ട്, ഇവിടെ മാത്രമല്ല. ബാംഗ്ലൂരിൽ പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്റ്റാളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പല ഷോപ്പിംഗ് മാളുകളിലും എല്ലാം ചിത്രം വയ്ക്കുന്നുണ്ട്. അതുപോലുള്ള ബുദ്ധനും രവിവർമ്മ ചിത്രങ്ങളും അതുപോലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ. പിന്നെ കൃഷ്ണൻ്റെയും ശിവൻ്റെയും എല്ലാ ചിത്രങ്ങളുണ്ട്. സൂര്യദേവൻ്റെ ചിത്രങ്ങളുണ്ട്. പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. മെറ്റലും പെയിൻറ്റിങ്ങും കൂടി മിക്സ് ചെയ്ത്, അതായത് മെറ്റൽ ഒബ്ജക്റ്റും പെയിൻറ്റിങ്ങും കൂടി മിക്സ് ചെയ്ത രീതിയിലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ. ഇദ്ദേഹത്തിൻ്റെ അധികം ചിത്രങ്ങളും വിറ്റുപോകാറുമുണ്ട്. അദ്ദേഹം പറയുന്നത് ചിത്രങ്ങൾ കോപ്പി ചെയ്യാനാണോ എന്നാണ്. കോപ്പി ചെയ്യാനൊന്നുമല്ല, നമ്മൾ കോപ്പി ചെയ്യാറില്ലല്ലോ. അദ്ദേഹം വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. മലയാളിയാണ്, കണ്ണൂർക്കാരനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ്. ഈ ഒരു ലേഡിയുടെ ചിത്രങ്ങൾ എനിക്കിഷ്ടമായി. ചിത്രമല്ല, അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഫോട്ടോ ട്രാൻസ്ഫർ എന്ന മെത്തേഡാണ്. അലുമിനിയത്തിൽ ഈ ചെയ്ത വർക്കെല്ലാം വിറ്റുപോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ ചെറിയ ചിത്രങ്ങളാണ്, ചെറിയ ചെറിയ ഒബ്ജക്റ്റുകളിലേക്ക് ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു എനിക്ക്. വീണ്ടും മുമ്പോട്ട് തന്നെ നടന്നു. ആരും ഒരുങ്ങിയിട്ടില്ല. ചിലവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ചിത്രങ്ങൾ എടുക്കാനും മറ്റുമായി. ഇവിടേക്ക് വണ്ടികൾ കടത്തി വിടില്ല. ഇവിടെ ചിത്രങ്ങൾ കൊണ്ടുവരുന്നവർക്ക് വേണ്ടി മാത്രമാണ് വണ്ടികൾ കടത്തി വിടുക. അങ്ങനെ മുമ്പോട്ട് നീങ്ങി. ചെറിയ ചെറിയ ചിത്രങ്ങൾ വളരെ സുന്ദരമായി അടുക്കി ഒതുക്കി വെച്ചവരുണ്ട്, എന്നാൽ ചിന്നിച്ചിതറിട്ടവരുമുണ്ട്. ബുദ്ധ എല്ലായിടത്തും ഒന്നെങ്കിലും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ബുദ്ധനെ വളരെ ഇഷ്ടമാണല്ലോ. 4 ഭാഗത്ത് നമുക്ക് ചിത്രങ്ങൾ കാണാൻ. ഒരു സൈഡ് മാത്രമാണ് ഞാനിപ്പോൾ കണ്ടുപോകുന്നത്, മറുഭാഗം കാണാനുണ്ട്. ഒരു സൈഡ് അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഉച്ചയാവും. അതിന് ശേഷം വേണം നമുക്ക് അടുത്തത് കാണാൻ. കുറേ പേർ ഒരുങ്ങുന്നതേ ഉള്ളൂ, ബാഗൊക്കെ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. അദ്ദേഹം ടച്ച് ചെയ്യുന്ന അക്രിലിക് കൊണ്ട് അവിടെ എന്തോ ഒരു കുറവുണ്ടായിരുന്നു, അദ്ദേഹം ടച്ച് ചെയ്ത് മിനുക്കി വയ്ക്കുന്നു. മുൻപോട്ട് തന്നെ നീങ്ങാം. ഇവിടെ മുഴുവനായും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. ഈ ചിത്രങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്തെടുക്കണമെങ്കിൽ സമയം കുറേ എടുക്കും.
നാട്ടിലെവിടെയാ? കണ്ണൂർ. പേര്? അച്ഛനാണ് ആർട്ടിസ്റ്റ്. നിങ്ങളെന്ത് ചെയ്യണോ? എത്ര? 10th? ഇത് വല്ലാത്ത ചന്തം തോന്നി എനിക്ക്. കൈ കൊണ്ട് ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് അവരോട് ചോദിച്ചു എന്താണെന്ന്. 2-3 പേര് ഇരുന്ന് ഉണ്ടാക്കുകയാണ്. എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല എനിക്ക്. रेशम का घर है। रेशम मीन्स cocoons. Okay. This time I am seeing this. ഇത് നമ്മളെ സാറാ ഹുസൈൻ, കൊച്ചിയിലുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ്. അവരെ വർക്ക് കണ്ടപ്പോൾ മനസ്സിലായി. രസമായിട്ടുണ്ട് വർക്ക്. എല്ലാം ഒരേ സ്റ്റൈലാണ്. രസമായിട്ട് വർക്ക് ചെയ്യുന്നത്. വലിയ ആർട്ടിസ്റ്റാണ്, നല്ല പ്രഗത്ഭയാണ് അവരുടെ വർക്കാണ്. എല്ലാം ഇങ്ങനത്തെ ലാൻഡ്സ്കേപ്പ് പെർസ്പെക്റ്റീവ്സാണ്. അവരെല്ലാം ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതാണ്, ചെറിയ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, നല്ല പേരെടുത്തവരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ತುಂಬ ಸ್ಟ್ರಿಕ್ಟ್ ಆಗಿ ಯಾವುದೇ ರೀತಿಯ ಪ್ಲಾಸ್ಟಿಕ್ ಅನ್ನ ಯೂಸ್ ಮಾಡಬಾರ್ದು ಅಂತ ಹೇಳಿದ್ದಾರೆ. ದಯಮಾಡಿ DDSP ಅವರು ಬರ್ತಾರೆ ನಿಮ್ಮ ಸ್ಟಾಲ್ ಹತ್ರ. ಯಾರ ಬಳಿ ಏನಾದರೂ ಪ್ಲಾಸ್ಟಿಕ್ ಕಂಡು ಬಂದಲ್ಲಿ, പ്ലാസ്റ്റിക് വസ്തുക്കൾ ജാസ്തി കണ്ടുവന്നല്ലേ പ്ലാസ്റ്റിക്. ചിത്രകല പരിഷത്തിൻ്റെ ഉള്ളിലേക്ക് നീങ്ങുകയാണ്. അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. വളണ്ടിയേഴ്സാണ് ഈ ഗ്രീൻ ടീഷർട്ടെല്ലാം ഇട്ട് നീങ്ങുന്നത്. അവർക്ക് ഒരുപാട് പണിയുണ്ട്. ഏകദേശം 1500ഓളം പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. അവർക്കെല്ലാം ഫുഡും മറ്റു കാര്യങ്ങളും എല്ലാം എത്തിക്കുക തിരക്കിലാണ് അവർ. കൂടാതെ രജിസ്റ്റർ ചെയ്തത് മുഴുവനാവാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്യൂ കണ്ടിൽ എല്ലാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ്. ഈ വളണ്ടിയേഴ്സ് ഇവിടെ പഠിക്കുന്നവർ തന്നെയാണ്, ഈ കോളേജിൽ പഠിക്കുന്നവർ തന്നെയാണ്. അവരെ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇവിടെ വളണ്ടിയർ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുകയാണ്. ചിത്രകലാ പരിഷത്ത് ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോകളും കാണിച്ചിട്ടുണ്ട്. 4 ഭാഗവും ചിത്രങ്ങളും പുസ്തകങ്ങളും മെറ്റീരിയലുകളും എല്ലാം വെച്ച് വിൽപ്പന നടത്തുന്നു. മിലിൻ മല്ലിക് സാറുടെ പുസ്തകം കണ്ടു എന്ന് എല്ലാം പരതി നോക്കി. പക്ഷേ പുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട്, അതിവിടെ എത്തിയിട്ടില്ല. ഈ പുസ്തകങ്ങളെല്ലാം എൻ്റെ കയ്യിലുള്ളതാണ്. ഒരു പുസ്തക കടയാണിത്. പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ഇത് ചിത്രകലാ പരിഷത്തിൻ്റെ മുറ്റത്തുള്ള ഭാഗമാണ്. അവിടെ കാർപ്പറ്റ് വിരിച്ച് സ്റ്റാളുകൾ ഒരുക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് ഞാൻ വില ചോദിച്ചു. ആ മുകളിലിരിക്കുന്ന ചിത്രത്തിന് 1,00,000 രൂപയാണ്. ബാക്കിയുള്ളതിന് 40,000, 50,000 എല്ലാം വേണം വില. വളരെ വ്യത്യസ്തമായാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിമിൻ്റെ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലെല്ലാം ചെയ്ത് വ്യത്യസ്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഡ്യൂറബിൾ ആണോ എന്നറിയില്ല. കേടുന്നു പോകാൻ ചാൻസ് ഉള്ളതാണത്. MDF ഷീറ്റിലാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാർഡും വളരെ കളർഫുള്ളാണ്. ഈ ഒരു പെയിൻറ്റിങ് കണ്ടോ? ഇതെല്ലാം അങ്ങനെ MDF ഷീറ്റിൽ കട്ട് ചെയ്ത് അക്രിലിക്കിൽ പെയിൻറ്റ് ചെയ്തതാണ്. 2 ഫ്രെയിമുകളുണ്ട്. ചിത്രം നല്ല ഉഗ്രം ചിത്രമാണ്. പക്ഷേ ഇത് കേടുന്നു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. നല്ല വിലയുമുണ്ട്. അടുത്ത കടകളിലേക്ക് അടുത്ത സൈഡിലുള്ള ഒരു ഗ്രൗണ്ടാണ്. അവിടെയും കാർപ്പറ്റിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു. അതിനെ ഇതുപോലെ സ്റ്റാളുകളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ വയസ്സായ ഒരു ആളിരുന്ന് വരയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഓയിൽ പാസ്റ്റലിലോ എന്തോ വർക്ക് ചെയ്യുകയാണ്. ഡ്രൈ പാസ്റ്റലാണോ ഓയിൽ പാസ്റ്റലാണോ എന്നറിയില്ല. അതിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ ഞാൻ കാണിക്കാം. 4 ഭാഗത്തും ഒരുക്കങ്ങൾ നടക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. അദ്ദേഹം ഓയിൽ പാസ്റ്റലാണോ പെൻസിലാണോ ഉപയോഗിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓയിൽ പാസ്റ്റൽ പെൻസിലാവാം, എന്തോ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ ഒരു കോട്ടാണ് ഒരു ദിവസം തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന കോട്ട്. വളരെ നന്നായിരിക്കുന്നു ഇത്.
വാട്ടർ കളർ ചെയ്ത വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ടീമാണ്. കൂടാതെ ഡൽഹിയിൽ നിന്ന് ഒരാളുണ്ട്. ഇതിൻ്റെ ചിത്രങ്ങൾക്കെല്ലാം വളരെ വിലക്കുറവാണ്. ഈ ഒരു ചിത്രത്തിന് വലിയ പെയിൻറ്റിങ്ങുകളാണ് വാട്ടർ കളർ ചെയ്ത് നല്ല എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. 3000 രൂപ 4000 രൂപ വരെല്ലാം വില. അദ്ദേഹം എല്ലാ വർഷവും വരാറുണ്ട്, വിറ്റ് പോകാറുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇതുവരെ എക്സിബിഷൻ നടത്തിയിട്ടില്ല. ഇതുപോലെ സ്റ്റോളുകളിട്ടാണ് ജീവിതം കൊണ്ടു നടക്കുന്നത്. വലിയ വലിയ വർക്കുകളാണ് കണ്ടോ. ഈ ഒരു മൗണ്ടിൽ തന്നെ അദ്ദേഹത്തിന് 100 രൂപ 150 രൂപയോളം വിലയായിട്ടുണ്ടാവും. നല്ല കളർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ ന്യൂട്ടൺ കളറും കാൻസൺ പേപ്പറും എല്ലാം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനുള്ള വില അദ്ദേഹം ഇടുന്നില്ല എന്നെനിക്ക് തോന്നി. വീണ്ടും മുൻപോട്ട്, ഇത് സൈഡിലുള്ള റോഡാണ്. ഈ റോഡിലേക്കും ചിത്രങ്ങൾ നീട്ടി നീട്ടി സ്റ്റോളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ദൂരം ഇത്തവണ കവർ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് തന്നെ ചായ കടകളും വെള്ളം കിട്ടുന്ന ഷോപ്പുകളും എല്ലാം ഉണ്ട്. തിരക്കുകളായിട്ടില്ല, ആൾക്കാർ വരുന്നേ ഉള്ളൂ. ആൾക്കാർ വന്ന് ഇതെല്ലാം കണ്ട് തുടങ്ങുമ്പോഴേക്ക് സമയം 11 മണിയാവും. അപ്പോഴേക്കേ ഒരുങ്ങും. അതിനു മുമ്പ് ഞാൻ ഉള്ള ചിത്രങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം. തിരക്ക് കൂടിയാൽ ഇതൊന്നും നടക്കില്ല. ഇതുവരെ ഉള്ളൂ, ഇവിടുന്ന് തിരിച്ചു പോവാം. മറുഭാഗത്തേക്ക് കിടക്കാം. ഇവിടെ കേരള മുയൽ ഒരാൾ വെച്ചിട്ടുണ്ട്. ഓയിൽ പെയിൻറ്റിൽ ചെയ്ത ഗണേശ എല്ലാം ഉണ്ട്. ഇതെല്ലാം മലയാളിയുടെയാണ്. ഇവിടെ ലൈവ് പോർട്രേറ്റ് നടക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്ന രീതിയിലാണ്. 250 രൂപയൊക്കെയാണ് ഒരു പോർട്രേറ്റ് ചെയ്യാൻ വില. ഇത് വളരെ സുന്ദരമായി എനിക്ക് തോന്നി. ഇത് തേങ്ങയാണ്. ഇതെല്ലാം തേങ്ങയിൽ ചെയ്തെടുത്തിരിക്കുകയാണ്, ചകിരി കൊണ്ടാണ്. എന്നാൽ തേങ്ങ മുഴുവനായി പൊളിച്ച് കളയാതെയാണ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ തേങ്ങയുണ്ട്. ഗണപതിയും കുരങ്ങനും അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്ന് ചെയ്യുന്നുമുണ്ട്. കൂട്ടുകാരനാണ്, ആർട്ടിസ്റ്റ് സച്ചിൻ്റെ കൂട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ ചിലതെല്ലാം വിറ്റുപോയിട്ടുണ്ട്. ഗ്ലെയർ വരുന്ന ചിത്രങ്ങളാണ് ഗ്ലാസ് ഇട്ടുകൊണ്ട് തന്നെ. എല്ലാ ചിത്രങ്ങളും വളരെ നന്നായിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന പോലെ ഡയറക്റ്റ് നിറങ്ങളല്ല. ഇത് അദ്ദേഹം നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഓയിൽ പെയിൻറ്റിംഗ് ആണ്. എനിക്കിത് പെയിൻറ്റിംഗ് ആണോ പ്രിൻ്റ് ആണോ എന്ന് സംശയം തോന്നി. ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിംഗ് അപ്പുറത്തിരിക്കുന്നുണ്ട്. അത് ഓയിൽ പെയിൻ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ചെറിയ ചിത്രം ഓയിൽ പെയിൻ്റ് ആണ്. പക്ഷേ വലിയ ചിത്രം ഓയിൽ പെയിൻ്റായി എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല രസമുള്ള ചിത്രങ്ങളാണ്. അധികം ദൈവങ്ങളെയും എല്ലാം അർച്ചിക്കുന്നത്. അത്തരം ചിത്രങ്ങൾക്ക് ഇവിടെ മാർക്കറ്റുണ്ട്. ഇവിടെ ഇതിനിടയ്ക്ക് ഗാന്ധിജിയെ സ്മരിക്കാൻ വേണ്ടി 2 ഗാന്ധിജിമാരെ നമുക്കൊപ്പം കാണാം. ഒരു അലുമിനിയം ഗാന്ധിജിയും ഒരു ഒറിജിനൽ ഗാന്ധിജിയും. രണ്ടുപേരും ഗാന്ധിജിയെ പോലെ തന്നെയുണ്ട്. അവർ തിരക്കിട്ട ആൾക്കാരെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ പെയിൻറ്റിങ്ങുകൾ വളരെ നല്ല പെയിൻറ്റിങ്ങുകൾ, വളരെ എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. ഇതിപ്പോൾ ഫോട്ടോയാണോ എന്ന് സംശയിച്ചു പോകും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിലയുണ്ട്. കഴിഞ്ഞ തവണ ഇദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ തവണ 4 ലക്ഷം എന്താണോ പറഞ്ഞത് പെയിൻറ്റിങ്ങിന്. അതോടെ ഞാൻ പൈസ ചോദിക്കൽ നിർത്തി. വലിയൊരു പെയിൻറ്റിങ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കൂടുതലുള്ള ചെറിയ പെയിൻറ്റിങ്ങുകളും നന്നായി തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെയിൻറ്റിങ്ങും വളരെ ഉഗ്രനാണ്. ഇവിടെ ആ ഒരു പാറയുടെ ടെക്സ്ചർ എല്ലാം വളരെ നന്നായിരിക്കാണ് ചെയ്തിരിക്കുന്നത്. ഓയിൽ പെയിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ കളർഫുള്ളായ ഒരു സ്റ്റാളാണത്. എല്ലാ പെയിൻറ്റിങ്ങുകളും വൈബ്രൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലും ദൈവങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ വിറ്റ് പോകുന്നത്. അത്തരം ചിത്രങ്ങൾ വാങ്ങാൻ ഒരുപാട് പേരുണ്ട്. ഇത് ചിത്രകലാ പരിഷത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലുള്ളതാണ്. നിറയെ ആൽമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിനുള്ളിലും സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു ഗാന്ധി ക്ഷേത്രം പോലെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാന്ധിജി അവിടെ വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഞാൻ കയറിയില്ല. അവിടെ ക്യാമറ അലൗഡ് അല്ല. വ്യത്യസ്ത തരം ചിത്രങ്ങളാണ് കാണാൻ കഴിയുന്നത്. വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. നിബിൻ രാജും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മ്യൂറൽ ആർട്ടിസ്റ്റ് നിബിൻ രാജ്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കറങ്ങുന്നത്. ഇതൊക്കെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ്. കൊളാഷ് പോലെയുള്ള ചിത്രങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഇത് ഭാസ്കരൻ ആചാരി എന്ന ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ്. അദ്ദേഹം ആ സാറിൻ്റെ വർക്കാണിത്. വളരെ നല്ല വർക്കുകളാണ്. അനാട്ടമി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഇവിടെ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. എൻ്റെ എക്സിബിഷനെല്ലാം ഇനാഗ്രേഷൻ ചെയ്യാൻ അദ്ദേഹം വന്നിരുന്നു.
താമരയുടെ മാത്രം ഒരു കോർണറാണിത്. ആമ്പലോ താമരയോ എല്ലാം വരച്ചു വെച്ചിരിക്കുന്നത്. ബുദ്ധ എല്ലാ സ്റ്റോളിലും 1-2 ബുദ്ധ ഉറപ്പാണ്. ബുദ്ധ മാത്രമുള്ളൊരു സെക്ഷൻ കണ്ടോ, ഫുള്ള് ബുദ്ധയെ സംബന്ധിച്ച ചിത്രങ്ങളാണ്. ഒരു യേശു മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ബുദ്ധനും ബുദ്ധക്ഷേത്രങ്ങളും എല്ലാം തന്നെയാണ്. അതിനിടയ്ക്ക് കൃഷ്ണനും വന്നിട്ടുണ്ട്. ഈ ഒരു പെയിൻറ്റിങ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കോമ്പോസിഷനും കളർ ഉപയോഗിച്ച രീതിയും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും മുന്നോട്ട് നീങ്ങി. ഈ ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കഴിഞ്ഞ വർഷവും കണ്ടിരുന്നു. ഇതിൻ്റെ വർക്കുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നന്നായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൂടുതൽ വാട്ടർ കളറായിരുന്നു, ഇത്തവണ അക്രിലിക്കും പെൻസിൽ ഡ്രോയിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനിപ്പിച്ചു. കൂടുതൽ കാണാൻ നിന്നില്ല, മുൻപോട്ട് നീങ്ങി. അവസാനിപ്പിച്ച് ഞാൻ ബസ്സിലേക്ക് കയറുകയാണ്. കണ്ടതിൽ വളരെ സന്തോഷം തോന്നി. പുതിയ ഐഡിയകൾ കിട്ടി, പുതിയ നിറങ്ങൾ കണ്ടു. എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും കാണാം. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുന്നതാണ്. അതുകൂടാതെ പുതിയ ചില സന്തോഷങ്ങൾ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിനുകൂടെയല്ല അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമ്മൾ ചാനൽ പുതിയ ഒരു ലെവലിലേക്ക് മാറ്റാനുള്ളൊരു പ്ലാനുണ്ട്. കാത്തിരിക്കുക. താങ്ക് യു.